കൊഴുകൊഴുത്ത പിത്തം കരള് തരുന്നു, കൊഴുകൊഴുത്ത പിത്തം കരള് തരുന്നു. അപ്പൊ കൊഴുകൊഴുത്ത പിത്തം നോക്കൂ, അവിടെ എന്താണ്? ഗ്ലൂക്കോസ് അല്ല, കൊഴുപ്പ്. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ലേ മക്കളെ? വരാൻ പോകുന്ന PSC പരീക്ഷകൾ, ആ പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യ മേഖലയാണ് SCRT. നമ്മൾ SCRT 7ാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ക്ലാസ് അടിപൊളിയായിട്ട് യൂട്യൂബിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ PDF നോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ വഴി കിട്ടും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരിതാ ഫസ്റ്റ് കമന്റിലുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. നോക്കൂ, ഈ സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ബേസിക് സയൻസിലെ ഓരോ ചാപ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ നമ്മൾ പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ പ്ലേലിസ്റ്റുകളൊക്കെ കയറിയിട്ട് കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് അടിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാമത്തെ ചാപ്റ്റർ ആണ്, മനുഷ്യ ശരീരം ഒരു വിസ്മയം. നോക്കൂ, ചാപ്റ്റർ തുടങ്ങുമ്പോൾ രക്തപര്യന വ്യവസ്ഥയെ കുറിച്ച് പറയുകയാണ്. നോക്കൂ, ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നു. രക്തപര്യന വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. തൊട്ടു മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ദഹന വ്യവസ്ഥയെ കുറിച്ച്. ഒരു ഭക്ഷണം, ആഹാരം നമ്മൾ വായിലേക്ക് എടുക്കുന്നു, അവിടുന്ന് വിവിധ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഏറ്റവും അവസാനം ചെറുകുടലിലെത്തുന്നു, അവിടെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്നു, വൻകുടലിലെത്തുന്നു. ഈ കഥകളൊക്കെ തൊട്ടു മുമ്പിലത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങൾ നമ്മുടെ കുടലിനകത്തുനിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ, അതുപോലെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ ഉള്ളോട്ടെത്തുന്ന ഓക്സിജൻ, ഇത് നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തണ്ടേ? ഇത് എത്തിക്കുന്ന പണിയാണ് ആർക്കുള്ളത്? നമ്മുടെ ശരീരത്തിലെ രക്തത്തിനുള്ളത്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം, ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത് ചേർന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? രക്തപര്യന വ്യവസ്ഥ എന്ന് വിളിക്കുക. അപ്പൊ എന്താണ് രക്തപര്യന വ്യവസ്ഥ? രക്തവും രക്തക്കുഴലുകളും ഇങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ പമ്പ് ചെയ്യാൻ? ആ മോട്ടറാണ് അവര് ഹൃദയം. അപ്പൊ ആ ഹൃദയം ഉൾപ്പെടെയുള്ള 3 സംവിധാനങ്ങൾ ചേർന്നതാണ് രക്തപര്യന വ്യവസ്ഥ. ക്ലിയർ ആണോ? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം, ശ്രദ്ധിക്കണേ, പമ്പ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. ധമനികൾ വഴി എത്തിക്കുന്നുണ്ട്. അതുപോലെ ഈ ശരീരത്തിലെ ഓരോ കോശങ്ങളും അല്ലെ, അവ എന്ത് ചെയ്യാറുണ്ട്? ആ കോശങ്ങൾക്കകത്ത് നിന്നും അശുദ്ധമായ രക്തം, എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്, അവിടെ കോശങ്ങൾ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അത്തരത്തിലുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം അല്ലെങ്കിൽ അശുദ്ധ രക്തം ശരീരത്തിന്റെ ഒരു കാലിന്റെ ഏറ്റവും അടിയിൽ നഖത്തിന്റെ അവിടെയുള്ള ഒരു കോശം, ആ കോശമാണെങ്കിലും ആ കോശം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അശുദ്ധ രക്തം ഉണ്ടാവുന്നു. ആ അശുദ്ധ രക്തം ആ കാലിന്റെ ഏറ്റവും അടിയിലുള്ള കോശത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അത്തരത്തിൽ നോക്കൂ, ഞാനൊന്ന് വായിക്കാം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതും, അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്നും ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതുമാണ് രക്തപര്യന വ്യവസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം. അപ്പൊ എന്താണ് രക്തപര്യന വ്യവസ്ഥ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി രക്തത്തെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് ടോപ്പിക് ക്ലാസ്, ബയോളജിയുടെ ക്ലാസ് ഞാൻ എടുത്തു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ SCRTയിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അതാണ് ഈ ഒരു ക്ലാസ്സിന്റെ നീണ്ടു പോകാതിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം. ഓക്കെ, അപ്പൊ ഹീമോഗ്ലോബിൻ നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ലേടാ മക്കളെ? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ്, അതിന്റെ സാന്നിധ്യമാണ് രക്തത്തിൽ ചുവപ്പു നിറത്തിനു കാരണം. പഠിച്ചു വെച്ചേക്കണേ. ഹീമോഗ്ലോബിൻ, ആ ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഇരുമ്പും പ്രോട്ടീനുമാണ്. എന്നാടാവേ? ഇരുമ്പ് അറിയാത്ത ആരുമില്ല, പക്ഷെ പ്രോട്ടീൻ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ പരീക്ഷകളിൽ വരും. ഇരുമ്പ് പ്ലസ് എന്താണ്? പ്രോട്ടീൻ. ഞാനിവിടെ മാറ്റി എഴുതിയത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇരുമ്പും പ്രോട്ടീനും. ഇരുമ്പ് അടങ്ങിയ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായോ? ഈ പറയുന്ന അത് നമ്മൾ അങ്ങനെ കഴിച്ചില്ല എങ്കിൽ ഹീമോഗ്ലോബിൻ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അനീമിയ അല്ലെ എന്ന് പറഞ്ഞ രോഗാവസ്ഥ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, അനീമിയ. അപ്പൊ അത്തരത്തില് ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിൽ നിന്ന് മനസ്സിലായോ ചോദിക്കുകയാണേ. ഇരുമ്പും പ്രോട്ടീനുമാണ് ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ഘടകം. രക്തത്തിൽ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തു ഉണ്ട്. ആ വർണ്ണവസ്തു ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. എന്താണ് ഇതിന്റെ പണി എന്ന് നോക്കാം. ധാരാളം ഇരുമ്പ് കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ഈന്തപ്പഴം.
പിന്നെ മുട്ട ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മുട്ടയിലും പാലിലൊക്കെ ഒരുവിധപ്പെട്ട എല്ലാം ഉണ്ട്. മുട്ടയിലും കോഴിമുട്ടയ്ക്കകത്തും ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങയില, ഇത് മൂന്നും SCERT കൊടുത്തോണ്ട് ഞാൻ എടുത്ത് പറഞ്ഞാണ്. കോഴിമുട്ട, മുരിങ്ങയില, ഈന്തപ്പഴം. ഇനി എന്താണ് ഈ ഹീമോഗ്ലോബിൻ രക്തത്തില് ഒരു വർണ്ണവസ്തു എന്ന് പറഞ്ഞല്ലോ, ചുവപ്പ് കളറാണ്. എന്താണ് മൂപ്പരുടെ പണി? ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പും പ്രോട്ടീനുമാണ് അതിന്റെ ഘടകം എന്ന് പറഞ്ഞു. എന്നാൽ എന്താണ് മൂപ്പരുടെ പണി? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക. നമ്മൾ വലിച്ച് ശ്വാസകോശത്തിൽ ഓക്സിജൻ എത്തൂലേ, ഈ ഓക്സിജൻ ആ ശ്വാസകോശത്തിൽ അങ്ങനെ നിൽക്കുകയാണോ ചെയ്യല്ല, അവിടെ നിന്നും നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ എത്തണ്ടേ വേണം. അത്തരത്തിൽ എത്തിക്കുന്ന പണി ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ ഹീമോഗ്ലോബിനാണ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന രക്തത്തിലെ ഹീമോഗ്ലോബിനാണ് ഈ പണിയെടുക്കുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു പങ്ക് രക്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ കൊണ്ടുപോകലും തിരിച്ചു കൊണ്ടുവരലും ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ്. മക്കളെ ക്ലിയർ ആണോ? ഇനി നമുക്ക് രക്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ ഒന്ന് പഠിക്കാം. രക്തം എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് പ്ലാസ്മ, ഒന്ന് പ്ലേറ്റ്ലെറ്റ്, ഒന്ന് WBC, മറ്റൊന്ന് RBC ഒക്കെ വരാറുണ്ട്. പ്ലാസ്മ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കണക്റ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകും. തൽക്കാലം ഞാൻ SCERT തീർക്കേണ്ടതുകൊണ്ട് ഇത് മാത്രം പറയാവേ. ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, ഇതിന് ചോദ്യം നേരിട്ട് വരും, അതുകൊണ്ട് ഇത് പഠിക്കാം. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തത്തിലെ എത്ര ശതമാനമാണ് പ്ലാസ്മ എന്ന് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ പിള്ളേരെ, നോക്കട്ടെ. രക്തത്തിലെ എത്ര % ആണ് പ്ലാസ്മ വരുന്നത്? നോക്കൂ, ദ്രാവക ഭാഗമാണ് ഈ പറയുന്ന പ്ലാസ്മ. ഇതിന്റെ നിറം വരെ PSC ചോദിക്കാറുണ്ട്. ഇളം മഞ്ഞ നിറം, ഇളം മഞ്ഞ പ്ലാസ്മയാണ് മക്കളെ, ഇളം മഞ്ഞ പ്ലാസ്മയാണ്, മറക്കരുതേ ഇളം മഞ്ഞ. എന്താണ് ഇളം മഞ്ഞയുള്ള രക്തത്തിലെ ദ്രാവക ഭാഗമായിട്ടുള്ള പ്ലാസ്മയുടെ പണി? ഇതാണ് ഹൈലൈറ്റ്. നമ്മളെല്ലാം പഠിച്ചാലും പരീക്ഷാ ഹാളെത്തുമ്പോൾ ഇതാണ് നിങ്ങളോട് തെറ്റിപ്പോവുക. ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ധർമ്മം നമ്മൾ പഠിച്ചു. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ കോശങ്ങളിലേക്കും തിരിച്ച് കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വാസകോശത്തിലേക്കും എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഹീമോഗ്ലോബിൻ ആണെങ്കിൽ, നമ്മുടെ രക്തത്തിലെ പ്ലാസ്മയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? നിങ്ങൾക്ക് ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നതാണ്. ഇപ്പൊ ഗ്ലൂക്കോസ് നിങ്ങൾ കഴിക്കുന്ന ഫുഡിലെ ഗ്ലൂക്കോസിനെ, ആ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയുടെ ധർമ്മമാണ്, പ്ലാസ്മ ഗ്ലൂക്കോസ്. ഇനി നോക്കൂ, രക്തത്തിലെ മറ്റ് ഘടകങ്ങൾ, പ്ലാസ്മ അല്ലാതെ രക്തത്തിലെ മറ്റ് ഘടകങ്ങൾ 3 ഘടകങ്ങളല്ലേ. ഒന്ന് WBC ആണ് അല്ലേ, എന്ന് വെച്ചാൽ വെളുത്ത രക്തകോശം അഥവാ ശ്വേത രക്താണു. മറ്റൊന്ന് RBC ആണ് അല്ലേ, റെഡ് ബ്ലഡ് സെൽ, ചുവന്ന രക്തകോശം. മറ്റൊന്ന് പ്ലേറ്റ്ലെറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, രക്തം കട്ട പിടിക്കുക. പ്ലേറ്റ് കൊണ്ട് ഒറ്റ അടി അടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ കയ്യിലൊക്കെ അടിച്ചാലേ രക്തം കട്ട പിടിക്കില്ല. ഏത് പ്ലേറ്റ്? നമ്മുടെ സ്റ്റീലിന്റെ പ്ലേറ്റോ ഇനി വേറെ ഏത് പ്ലേറ്റ് ആണെങ്കിലും പ്ലേറ്റ്ലെറ്റ്, രക്തം കട്ട പിടിക്കുക. അറിയാത്ത ആരുണ്ടാവരുത്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അവിടെ നമുക്ക് ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ 3 എണ്ണത്തിൽ ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ, ഇതിനകത്ത് ഏതാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? നമ്മൾ പ്ലാസ്മയെ കുറിച്ചൊക്കെ ക്ലാസ് പിന്നീട് എടുക്കുന്നു പറഞ്ഞു ഞാൻ കേട്ടോ. അപ്പൊ 3 പ്ലാസ്മ പ്രോട്ടീനെ കുറിച്ച് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ആലിന്റെ ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. അപ്പൊ ആലിന്റെ ചോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാറുണ്ട്? BP ഒക്കെ ഒന്ന് കുറയുന്ന ആലോചിക്കാം, രക്തസമ്മർദ്ദം. അപ്പൊ നമുക്ക് ആൽബുമിൻ പിടിക്കാം. ഗ്ലോബുലിൻ രോഗപ്രതിരോധം, ലോകം മൊത്തം ഗ്ലോബ് രോഗപ്രതിരോധം. അങ്ങനെയാണെങ്കിൽ ഗ്ലോബുലിനും ആൽബുമിനുമല്ല ഫൈബർ അല്ലെ, ഫൈബർ പോലെ നെറ്റ് പോലെ ആലോചിക്കുക, ഒരു വല പോലെ നെറ്റ് പോലെ രക്തം കട്ട പിടിക്കാൻ ഫൈബ്രിനോജൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്. ഇനി WBC അഥവാ ശ്വേതം എന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാം അല്ലേ, ശ്വേതരക്താണു, വെളുത്ത രക്താണു നമ്മുടെ രോഗപ്രതിരോധമാണ്. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഈസിനോഫിലും ബേസോഫിലും ന്യൂട്രോഫിലും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് മക്കളെ. നമുക്കത് വിശദമായിട്ട് മറ്റൊരു ക്ലാസ് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, വെളുത്ത രക്താണു അഥവാ ശ്വേത രക്തകോശത്തിന് നിശ്ചിത ആകൃതിയില്ല. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ശ്വേത രക്താണുവിന് ആകൃതിയില്ല, മർമ്മമുണ്ട്. ശ്രദ്ധിക്കണം, ആകൃതിയില്ലെങ്കിലും മർമ്മമുണ്ട്.
കാരണം ഒരു അണുക്കൾ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാക്കണം, കൃത്യമായിട്ട് പണിയെടുക്കുക. മർമ്മമുണ്ട്, ശ്രദ്ധിക്കണം. വെളുത്ത രക്തകോശത്തിന് എന്തുണ്ട്? മർമ്മമുണ്ട്, ആകൃതിയില്ല. മർമ്മമുണ്ട്, ആകൃതിയില്ല, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. പ്രത്യേകം മനസ്സിലാക്കി പഠിക്കണം. ശ്വേതരക്താണുവിന് മർമ്മമുണ്ട്, നിശ്ചിതാകൃതിയില്ല. എന്നാൽ നിങ്ങൾ പഠിച്ചേ ചുവന്ന രക്താണു അഥവാ RBC, അതിനെന്താണ്? നേരെ തിരിച്ചാണ്. മർമ്മമില്ല, പക്ഷേ ആകൃതിയുണ്ട്, ഡിസ്കിന്റെ ആകൃതി. നിങ്ങൾ ചില ഗ്രാഫിക്സ് ഇമേജ് ഒക്കെ കാണല്ലോ, ഇങ്ങനെ അല്ലെ, ഇങ്ങനെ വളഞ്ഞ് അരിവാൾ രോഗമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാം, ഇങ്ങനെ കറങ്ങുന്ന ഫോട്ടോസ് ഒക്കെ ഉണ്ട് പല ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ. രക്താണുവിന്റെ, ചുവന്ന രക്താണുവിന്റെ ഒരു ഡിസ്കിന്റെ ആകൃതിയാണ് അല്ലെ, ഒരു ഡിസ്കിന്റെ ആകൃതിയാണ്. ഇതിനകത്ത് ചുവന്ന രക്താണുവിൽ ചുവപ്പ് കളർ വരാൻ കാരണം നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട് RBCയിൽ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയമാണ് പ്രധാനമായിട്ടും ചുവന്ന രക്താണുവിന്റെ പണി. കാരണം അതിനകത്താണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. സ്വാഭാവികമായിട്ടും ശ്വാസകോശത്തിൽ നിന്നും ഓക്സിജൻ എടുക്കുന്നു, എന്നുവെച്ചാൽ ശുദ്ധരക്തം. അതാണ് ഓക്സിജൻ ഉള്ള രക്തത്തെ ശുദ്ധരക്തം എന്ന് പറയാ. അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നു. എനർജി വേണ്ടേ? ഓക്സിജൻ വേണം നിർബന്ധമായിട്ടും. അപ്പോൾ തിരിച്ച് നമുക്ക് ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിന് തിരിച്ചെത്തിക്കുന്നു. ഈ പണിയാണ് RBC എടുക്കുക. രോഗപ്രതിരോധമാണ് WBC എടുക്കുക. WBCക്ക് മർമ്മമുണ്ട്, പക്ഷേ ആകൃതിയില്ല. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ക്ലിയർ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ മാത്രം, ഒരുപാട് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിലൊക്കെ പറയൂട്ടോ. നമ്മള് ബയോളജിയിലെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ രക്തമാണ് ഞാൻ വിശദമായിട്ട് എടുക്കും. ഇപ്പൊ നിങ്ങളുടെ ഒരു കൈയുടെ വിരലെടുക്കാം. ഓക്കെ, അവിടെ കുറച്ച് രക്തക്കുഴലുകളുണ്ട്. ആ ഒരു കോശം, നിങ്ങളുടെ കൈയുടെ വിരൽ ഒരു കോശം, ഒരു സെൽ ഉണ്ടെന്ന് കരുതുക. ആ കോശത്തും അതിനെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനകത്തേക്ക് എന്ത് വേണം? ഓക്സിജൻ എത്തിക്കണം, നല്ല ശുദ്ധരക്തം എത്തിക്കണം. നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക അല്ലെ. ഓക്സിജൻ സ്വീകരിച്ചു വരുന്ന രക്തം ഹൃദയത്തിലെത്തുകയും ശുദ്ധരക്തം, കേട്ടോ, ആ ഓക്സിജൻ ശ്വാസകോശം സ്വീകരിച്ചു വരുന്ന ശുദ്ധരക്തം നമ്മുടെ ഇടതുഭാഗത്ത്, ഞാനിപ്പോ ഇടത്ത് കൈവച്ചപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കുമ്പോൾ വലതായിരിക്കും അല്ലെ, എന്നാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്താണ് ശുദ്ധരക്തം വരിക. ഇടത് ശുദ്ധമാണ് എന്ന് ചിന്തിക്കുക. ഇടത് ശുദ്ധമാണ്. വേറെ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ട. ഇടത്തെ കൈ, ഇടത് ശുദ്ധമാണ്. ഓക്കെ, നിങ്ങൾ കഴിക്കുന്ന വലത്തെ കൈ കൊണ്ടാണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഇടതാണ് ശുദ്ധം. ഓക്കെ, 4 അറകളാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. ഓക്കെ, 4 അറകൾ. മുകളിലുള്ള 2 അറകളെ നമ്മൾ ഏട്രിയം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഏട്രിയം. താഴെയുള്ളതിനെ വെൻട്രിക്കിൾ. അപ്പൊ ഇടത്തെ ഏട്രിയം, ഇടത്തെ വെൻട്രിക്കിൾ, വലത്തെ ഏട്രിയം, വലത്തെ വെൻട്രിക്കിൾ. അടുത്ത ക്ലാസ്സിൽ ഹൃദയം ഞാൻ കീറി മുറിച്ച് നിങ്ങളെ പഠിപ്പിച്ചിരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തൽക്കാലം 4 അറകളുള്ള ഹൃദയം മനസ്സിലാക്കി വെച്ചു. ആ ഹൃദയത്തിന്റെ ഇടതുഭാഗത്തു നിന്നും ശുദ്ധരക്തം ശരീരത്തിന്റെ വിവിധ ഭാഗത്തേക്ക് നമുക്ക് പമ്പ് ചെയ്യണം. ശുദ്ധരക്തം അങ്ങനെ കൊണ്ടുപോകുന്ന കുഴലിനൊരു പേരുണ്ട്, ധമനി എന്ന് വിളിക്കുക. അപ്പൊ ഹൃദയത്തിൽ നിന്നും ആരംഭിച്ചുകൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ധമനി പോകുന്നു. ആ ധമനികൾ ഇപ്പൊ കൈയുടെ വിരലിന് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോശമുണ്ട്. ആ കോശത്തിലേക്ക് ധമനികൾ വഴി രക്തം എത്തുകയാണേ. രക്തമെത്തി അവിടെ നിന്നും എന്ത് ചെയ്യും? കോശങ്ങൾക്കകത്തേക്ക് ഈ പറയുന്ന പോഷകങ്ങളും ഓക്സിജനും ഒക്കെ എന്ത് ചെയ്യണം? ഊർന്നിറങ്ങണം. അങ്ങനെ ഇറങ്ങണമെങ്കിൽ അവിടെ ഒരു പരിപാടി നടക്കണം. അതിന് സഹായിക്കുന്നത് ലോമികകളാണ്. നോക്കൂ, നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധമനിയുണ്ട്, സിരയുമുണ്ട്. സിര നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സിര? സിര എന്ന് കേട്ടാൽ ആലോചിക്കുക അശുദ്ധ രക്തം. നമ്മൾ പറഞ്ഞ ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തം ഇങ്ങനെ കൊണ്ടുപോകുന്ന ധമനിയാണെങ്കിൽ ഈ കൈയുടെ ഈ തുമ്പത്തുള്ള കോശം, അവിടെ നിന്നും വേസ്റ്റ് ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ആ കോശം പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം അത് സ്വീകരിച്ച് തിരിച്ചിങ്ങനെ കൈയിലൂടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക സിരയാണ്. അത് കൈ ആണെങ്കിലും കാലാണെങ്കിലും തലയാണെങ്കിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള രക്തം കൊണ്ടുവരിക സിരയാണ്. ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന പണിയാണ്. എന്ന് വെച്ചാൽ ഓരോ കോശങ്ങൾക്ക് ചുറ്റും ലോമികകൾ ഇങ്ങനെ ഉണ്ടാവും, വല പോലെ, നെറ്റ് പോലെ. സിരയെയും ഈ പറയുന്ന ധമനിയെയും ബന്ധിപ്പിക്കുക. ഇതിലൂടെ രക്തം ഇങ്ങനെ പോകുമ്പോഴാണ് ഇങ്ങനെ ഊർന്നിറങ്ങുക. ആ പരിപാടി പ്രോസസ് നമുക്ക് അടുത്ത 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കാനുണ്ട് കേട്ടോ. 9ാം ക്ലാസ്സിൽ വിശദമായി ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോ ധമനിയെയും സിരയെയും ബന്ധിപ്പിക്കുന്നു ലോമികകൾ. സംഗതി ക്ലിയർ ആണോ? ലോമികകൾ മനസ്സിലാക്കി പഠിക്കണേ. ധമനിയെയും സിരയെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു നെറ്റ് പോലെ കാണുന്ന ഭാഗമാണ് സ്ക്രീനിൽ കാണാം, ലോമികകൾ. ഇതിനെക്കുറിച്ച് പറയാൻ കാരണം ചില ചോദ്യങ്ങൾ ഇവിടെ വരാറുണ്ട്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലാണ് ധമനി. അവിടെ ഒരു അപവാദമൊക്കെ ഉണ്ട്. അതേതാണെന്ന് മക്കളെ നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ എല്ലാ ധമനികളും
ശരീരത്തിന്റെ ഇടത്തെ വെൻട്രിക്കിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ധമനി 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 പല പേരിൽ. അതൊക്കെ ശുദ്ധരക്തമാണ്. പക്ഷേ ഒരൊറ്റ ഒന്ന് മാത്രം അതിനൊരു അപവാദമുണ്ട്. ആ ചേട്ടൻ മാത്രം എന്താണ്? അശുദ്ധ രക്തമാണ് കൊണ്ടുപോവുക. ആ ചേട്ടന്റെ പേര് പഠിക്കാൻ സിമ്പിൾ ആണ്. എല്ലാ സിരകളും അശുദ്ധ രക്തമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തമാണ് എല്ലാ സിരകളും കൊണ്ടുവരിക ഹൃദയത്തിലേക്ക്. പക്ഷെ ഒരു സിര മാത്രം ശുദ്ധ രക്തം കൊണ്ടുവരും ശരീരത്തിലേക്ക്. പഠിക്കാൻ എളുപ്പം എന്താണ്? ഈ രണ്ട് ചേട്ടന്മാരുടെ മുമ്പിലും ശ്വാസകോശത്തിന്റെ പേര് വെച്ചാൽ മതി. ശ്വാസകോശ ധമനി അശുദ്ധ രക്തമാണ്, ശ്വാസകോശ സിര ശുദ്ധ രക്തമാണ്. ഈ രണ്ട് സംഗതി പഠിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. എല്ലാ ധമനികളും ശുദ്ധരക്തമാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഒരു ധമനി എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ധമനി എന്താണ് മക്കളെ? എന്താണ്? കാരണം ബാക്കി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശുദ്ധരക്ത തിരിച്ച് കൊണ്ടുവരുന്നത് അശുദ്ധവും. പക്ഷെ ശ്വാസകോശത്തിലേക്ക് മാത്രം അങ്ങനെയല്ല. ചിന്തിച്ചാൽ പോരെ. കാരണം ശ്വാസകോശത്തിൽ വെച്ചിട്ടാണ് ഓക്സിജൻ മാറ്റുക. ഈ ഓക്സിജൻ മാറ്റി കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് കൊടുത്ത് ഓക്സിജൻ എടുക്കുന്നതിനാണ് നമ്മൾ ശുദ്ധം അശുദ്ധം എന്നൊക്കെ പറയാം. ഓക്സിജൻ ഉള്ള രക്തത്തെ ശുദ്ധരക്തം. അപ്പൊ നോക്കൂ, ശ്വാസകോശ ധമനി ശ്വാസകോശത്തിലേക്ക് പോകുമ്പോൾ അതിനകത്ത് എന്തില്ല? അതിനകത്ത് ഓക്സിജൻ ഇല്ല. അത് അശുദ്ധ രക്തമാണ്. അതുകൊണ്ട് ശ്വാസകോശ ധമനി അശുദ്ധമാണ്, രക്തമാണ്. ഓക്കെ. തിരിച്ച് ശ്വാസകോശത്ത് നിന്ന് എന്ത് ചെയ്യും? സിര വഴി ഇങ്ങോട്ട് വരും. ശരീരത്തിലെ എല്ലാ ഭാഗത്തും സിരയല്ലേ വരിക, എല്ലാം അശുദ്ധ. പക്ഷെ ശ്വാസകോശത്ത് വരുമ്പോൾ എന്താ വരിക? അതിനകത്ത് ശുദ്ധമായിരിക്കും. കാരണം ബ്ലഡ് ശ്വാസകോശത്തോട് കയറുമ്പോൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു. അങ്ങനെ ആ ബ്ലഡ് ശ്വാസകോശത്തിലൂടെ ശുദ്ധീകരിക്കുന്നു. PS ചോദിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? അത് ശ്വാസകോശമാണ്. വൃക്കയൊക്കെ നിങ്ങൾ എഴുതും. അത് ഈ പറയുന്ന ആ ശുദ്ധീകരണമല്ല, നിങ്ങളുടെ മനസ്സിലതാണ്ടാവുക. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അല്ലേ, അവിടെ ആ ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്നു ശ്വാസകോശം. അങ്ങനെ ശ്വാസകോശ സിര തിരിച്ചും കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ശുദ്ധമായിരിക്കും. അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കടന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കോയിലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കോയിലുകളാണ് ലോമികകൾ. ഇതൊക്കെ 7ാം ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ പഠിക്കേണ്ടത് അടുത്ത SCERT ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഹൃദയവും ഞാൻ പറഞ്ഞു, ഞാൻ വിശദമായി പഠിപ്പിക്കുന്ന 4 അറകളെ കുറിച്ചൊക്കെ, ബൈകസ്പിഡ് വാൽവ്, ട്രൈകസ്പിഡ് വാൽവ് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇപ്പൊ SCERT പറയുന്ന മാത്രം പറയാം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. മനസ്സിലായല്ലോ. രക്തപര്യന വ്യവസ്ഥയിൽ 3 എണ്ണാണ്. ഒന്ന് പറഞ്ഞു എന്താണ്? രക്തക്കോയിലുകള് അല്ലേ, പിന്നെ എന്തായിരുന്നു? രക്തം, പിന്നെ ഹൃദയം. 3 എണ്ണല്ലോ നമ്മൾ പറഞ്ഞത്. രക്തക്കോയിലുകളും രക്തവും ഹൃദയവും. ഇതായിരുന്നു രക്തപര്യന വ്യവസ്ഥ. അതിനകത്ത് രക്തക്കോയിലുകളെ കുറിച്ച് പഠിച്ചു, രക്തത്തെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഹൃദയത്തെ കുറിച്ച് പറയണം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു, മനസ്സിലാക്കി. ഹൃദയസ്പന്ദനം സ്വയം മനസ്സിലാക്കി ഹൃദയത്തിന്റെ സ്ഥാനം കണ്ടെത്തുന്നു. കൈവച്ച് നോക്കിയേ ക്ലാസ് കാണുമ്പോൾ. എല്ലാവർക്കും അറിയാം, എന്നാൽ ചുമ്മാ കൈവെക്കണം. കൈവച്ചവരൊന്ന് കമന്റ് ചെയ്തേ, വെച്ച് നോക്കിയിട്ട് എന്നിട്ടൊന്ന് സൗണ്ട് നോക്കണേ. അല്ലേ, നമ്മുടെ ഇടത് ഭാഗത്താണ്. ചെറിയൊരു വ്യത്യാസം അല്ലേ, എന്ന് വെച്ചാൽ അതിന്റെ പൊസിഷനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇടതെന്ന് പറയാം. ഹൃദയം ഔരസാശയത്തിൽ നോക്കൂ, ഉദരാശയുണ്ട്. അതിന്റെ തൊട്ട് മുകളിലാണ് ഔരസാശയം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വാക്കുകൾ പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ ഡൗട്ട് അടിക്കും. ഉദരാശയം എന്നാണ് വയറിന്റെ ആ ഭാഗം, അതിന്റെ മുകളിൽ ഔരസാശയം. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. എന്ന് വെച്ചാൽ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു. പിറകിൽ നട്ടലുണ്ട്. ഈ വാരിയെല്ലുകൾ എത്രയാണ്? വാരിയെല്ലുകൾ ഇന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് എക്സാമിന്റെ. 24 വാരിയെല്ലുകളാണ് അല്ലേ. അപ്പൊ വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടാണ് ഹൃദയം അങ്ങനെ സേഫായി നിൽക്കുന്നത്. 4 അറയാണെന്ന് പറഞ്ഞു. ഇത് ചോദിക്കുന്നുണ്ട് PSC. ഇതിന്റെ ഒരു വലിപ്പം ഹൃദയത്തിന് ഒരു മുഷ്ടിയുടെ വലിപ്പമുണ്ട് കേട്ടോ. മുഷ്ടിയോളം. നിങ്ങളിതാ ഇങ്ങനെ വെച്ചിട്ട് ഗുലാബ് സിന്ദാബാദ് വിളിക്കില്ലേ, ആ മുഷ്ടി. അപ്പൊ നോക്കൂ, ഹൃദയം ആവരണം ചെയ്തത് ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം. എത്രയോ ക്വസ്റ്റ്യൻ പേപ്പറിൽ 10th ലെവൽ പ്രിലിംസിനും മെയിൻസിനും ചോദിക്കുന്നതാണ് പെരികാർഡിയം. അങ്ങനെയാണെങ്കിൽ ശ്വാസകോശത്തെ പൊതിഞ്ഞത് എന്താടാ? ഒന്ന് കമന്റ് ചെയ്തേ. ശ്വാസകോശത്തെ പൊതിഞ്ഞത് ഹൃദയത്തിന് 4 അറയുണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചില ജീവികളെ കുറിച്ച് നോക്കാം. അതിന് മുമ്പായിട്ടൊരു ചോദ്യം 2023 ചോദിച്ച ഒരു 10th ലെവൽ പരീക്ഷയാണ്. മനുഷ്യ ഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇടത്തെ ഏട്രിയം, ഇടത്തെ വെൻട്രിക്കിൾ, വലത്തെ ഏട്രിയം, വലത്തെ വെൻട്രിക്കിൾ എന്നൊക്കെ പറഞ്ഞു. ശുദ്ധരക്തം ഇടതാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുക. അപ്പൊ ഇടത് ഭാഗത്താണ്.
എന്ന് വെച്ചാൽ മുകളിലല്ല താഴത്തെ വെൻട്രിക്കിൾ. വിശദമായിട്ട് പഠിക്കട്ടോ. ഹൃദയമൊക്കെ ക്ലാസ് വേണ്ടവരെന്ന് കമന്റ് ചെയ്തേ. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ഇടത്തെ വെൻട്രിക്കിളും ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും ഒന്നും അറിയാത്തവര് ഇടതെന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ബൈക്കസ്പിഡ് വാൽവ് ഉണ്ട് കേട്ടോ. അവിടെ ഇടത്ത് ശുദ്ധരക്തമാണ്. ഇടത്തെ വെൻട്രിക്കിൾ നിന്നാണ് പുറത്തോട്ട് ധമനികൾ വഴി പമ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. ശ്രദ്ധിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ശരീരത്തിന്റെ കാലിലെ ഏറ്റവും അടിയിലേക്ക് ഈ ബ്ലഡ് എത്തണ്ടേ? നല്ല ശക്തിയിൽ ഇങ്ങനെ പമ്പ് ചെയ്യണ്ടേ? നമ്മൾ ഓരോതാ പിടിച്ചു നോക്കേ, ഇങ്ങനെ കേളാഞ്ഞില് അല്ലേ നമ്മളെ പൾസ്. അത്തരത്തിൽ ഹൃദയം ഇങ്ങനെ ഓരോ പ്രാവശ്യം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മള് അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയം മുതൽ ഈ പണി തുടങ്ങിയത് ഹൃദയം. പാവം ഉണ്ടാവില്ലേ ഹൃദയം? ആലോചിച്ച് നോക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 4 അറയിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും ഏത് അറയ്ക്കായിരിക്കും? അത് വലത്തെയാണോ ഇടത്തെയാണോ? ഇടത്തെ വെൻട്രിക്കിളിനായിരിക്കും. കേട്ടല്ലോ. ഈ ചോദ്യം പറയാൻ വേണ്ടി ഞാൻ ഈ പിക്ചർ ഉൾപ്പെടുത്തിയാണ്. പോട്ടെ, കിടക്കട്ടെ. ഒരു പോയിന്റ് പോകുന്ന വഴിക്ക് നമുക്ക് 2 ചോദ്യം കൂടി നോക്കാം അല്ലെ. ജീവകം B6 വൈറ്റമിൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുൾ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ് കണ്ട വൈറ്റമിനെ കുറിച്ച് കോഡ് പറഞ്ഞ് പഠിപ്പിച്ചാണ്. ഒരു കുട്ടിക്ക് ഒരു മാർക്കും പോകില്ല. പിരിച്ചെഴുതുക. പിരിഡോക്സിൻ B6 അല്ലേ, B7 ബയോട്ടിൻ, B5 പാൻറ്റോത്തിനിക് ആസിഡ്, B3 നിയാസിൻ, B2 റൈബോഫ്ലാവിൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 റിയാസിൻ, B5 പാൻറ്റോത്തിനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ് അല്ലേ. ഇങ്ങനെ നമ്മൾ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട്. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പെർനീഷ്യസ് അനീമിയ B12 12 മക്കളെ, B12 12 പെർനീഷ്യസ്. ഇതൊക്കെ കോഡ് പറഞ്ഞതാ. B9 മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ. ഫോളിക് ആസിഡിന്റെ അഭാവം മൂലം മെഗല്ലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവും. B12ന്റെ അഭാവം മൂലം പെർനീഷ്യസ് അനീമിയ ഉണ്ടാവും. അനീമിയ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ വൈറ്റമിന്റെ ക്ലാസ് കാണട്ടോ. നോക്കൂ, പ്രമേഹം സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. പ്രമേഹത്തിന്റെ ഏതു വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? പ്രമേഹം ടൈപ്പ് 1 ആണോ 2 ആണോ? എളുപ്പമാർഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്. എടാ 1 എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്തെ കുറിച്ച് ആലോചിക്കുക. ആദ്യം വരുന്നത് 1 അല്ലേ, അത് കഴിഞ്ഞിട്ട് 2. അപ്പൊ ആദ്യം നമ്മൾ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനിതകപരമായ ഇഷ്യൂ കൊണ്ട് ഒക്കെ വരുന്ന എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അല്ലാതെ വരുന്ന. അപ്പൊ ആദ്യം തന്നെ തുടക്കത്തിൽ ആലോചിക്കാം അല്ലെ, അങ്ങനെ ആലോചിക്കാം. അപ്പൊ ആദ്യം ഒന്നും കഴിക്കാതെ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടാവും ആലോചിക്കാം. അപ്പൊ അത് ടൈപ്പ് 1. എന്നാൽ നമ്മൾ ഫുഡ് അടിച്ചുണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 2 പ്രമേഹം. ഫംഗസ് മുഖേന മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു രോഗം ഏത് ചോദിച്ചാല് സിഫിലിസും ഗൊണേറിയും ഒക്കെ ലൈംഗിക രോഗം. നിങ്ങൾ ഓപ്ഷൻ കാണുന്നുണ്ടോ? ഈ റിംഗ് വട്ടച്ചൊറി, നിങ്ങൾ അതിന്റെയൊക്കെ ഫംഗസിന്റെ ഒക്കെ മരുന്ന് വാങ്ങി വട്ടച്ചൊറികൾ തേച്ചുണ്ടാവും അല്ലെ. അപ്പൊ അറിയാം അതെന്താണ്? അതൊരു ഫംഗസ് രോഗമാണ്. സോറിയാസിസ് ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ്. അത് ഈ പറയുന്ന ഈ T ലിംഫോസൈറ്റുകളുമായി ബന്ധപ്പെട്ട രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടൊക്കെ സ്കിൻ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് ട്ടോ. ഇനി നമുക്ക് ഹൃദയത്തിന്റെ അറകളെ കുറിച്ച് പറയാം. നമ്മൾ മനുഷ്യനിൽ 4 ഹൃദയത്തിന് അറയുണ്ടെന്ന് പറഞ്ഞു. PSCയുടെ PYK 2023-24 ചോദിച്ചിട്ടുണ്ട് മത്സ്യത്തിന്റെ ഒക്കെ കേട്ടോ. അപ്പൊ നോക്കൂ, മത്സ്യം എന്ന് കേൾക്കുമ്പോൾ പാവം നിങ്ങൾ മീൻ മുറിക്കുമ്പോൾ നോക്കുക 2 ഹൃദയമുള്ളത്. ഹൃദയം പാട്ടില്ലേ? അപ്പൊ ആലോചിക്കുക, നമ്മുടെ പാറ്റസാറല്ലേ ഇത് പറയാ, പാറ്റ. അപ്പൊ നമ്മുടെ പാറ്റച്ചേട്ടനെ കൂറ എന്നൊക്കെ ചില നാട്ടിലൊക്കെ പറയാറില്ല. എന്താ നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് എനിക്കറിയില്ല. എന്താണെങ്കിലും ചേട്ടന് 13 അറയുണ്ട്. ബേക്കേഴ്സ് ഡസൺ എന്ന നമ്പർ 13 ആണ്. കോക്രോച്ച് അല്ലെ, ആലോചിക്കുക. എന്നാൽ നമ്മുടെ മണ്ണിര സാറിനെ എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ ചൂണ്ടലിടുമ്പേ ആ കുളത്തിലൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കയറ്റുമ്പം ഞാനൊക്കെ ചെറുപ്പത്തിലേ ഇനി ശ്രദ്ധിക്കണം എത്ര ഹൃദയത്തിന്റെ ജോഡി അറകളെ നമ്മൾ ശരിയാക്കി. 5 പാർശ്വ ഹൃദയങ്ങൾ പാവത്തിനുണ്ട്. മണ്ണിര 5 അല്ലേ. കൂറ, ഞങ്ങളുടെ നാട്ടിൽ കൂറ എന്നാ പറയാ. കൂറ എന്നാട്ടെ, നിങ്ങൾ വേറെ തെറിയുന്നല്ലേ. കൂറ എന്ന് പറഞ്ഞാല് കൂറ എന്നാ പറയാ. കൂറച്ചോക്ക് എന്നൊക്കെ പറയും. ഇത് വരാതിരിക്കാൻ 13 കൂറ. മണ്ണിരക്ക് 5, കൂറയ്ക്ക് 13, മത്സ്യത്തിന് 2 അറ. എടാ മത്സ്യത്തിന് 2 ഈ ചെകിളപ്പൂക്കളിലെ 2 ഇങ്ങനെ തുറന്നിട്ട് അപ്പൊ ആലോചിക്കുക 2 ഹൃദയം ഉണ്ട് വെറുതെ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനം കാണാൻ ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോ അല്ലെ, നിങ്ങൾ ആ ചെകിള പൊളിക്കുമ്പോ. അങ്ങനെയാണെങ്കിൽ തവള 3 പേരല്ലേ. തവള 3 ആണ്. നമ്മുടെ കോഴിച്ചേട്ടനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ചേച്ചിക്കും ചേച്ചിക്കും ഒക്കെ 4 അറ മനുഷ്യന്റെ. ഇപ്പൊ ചിക്കൻ എങ്ങനെ അടിക്കുമ്പോൾ ആലോചിക്കുക 4 ഹൃദയം ഉണ്ടായിരുന്നു. തവളയ്ക്ക് 3. അങ്ങനെയാണ് എന്റെ ചോദ്യം. ഇതാ മുതലയ്ക്ക് എത്രയാ?
ചിലർ ചിലപ്പോൾ തെറ്റിക്കും. മൂതല 3 അക്ഷരം എഴുതാൻ നിൽക്കണ്ട, നിങ്ങൾ കമന്റ് ചെയ്തോളൂ. കമന്റ് ബോക്സ് നോക്കിയാൽ മതി. തവള 3 ഞാൻ കോഡ് പറഞ്ഞ കേട്ടോ. യെസ്. ഹൃദയസ്പന്ദനം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്. പൾസ് അതെന്താന്ന് പറയട്ടെ. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കും. ഇത് എല്ലാവർക്കും അറിയാം. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ നമ്മൾ ഈ തൊടുന്ന സാധനം എന്താ? ധമനി. ഹൃദയത്തിന് പമ്പ് ചെയ്യുന്ന അതാണ് നമ്മൾ അനുഭവിക്കുക പൾസായിട്ട് കേട്ടോ. ആ ഫലമായി ധമനികളിൽ തരംഗ ചലനം ഉണ്ടാകും ഓരോ പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോൾ. അതാണ് പൾസ്. അപ്പൊ ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കുമല്ലോ. 72 പ്രാവശ്യം ഹൃദയം, അതുപോലെ തന്നെ ഇവിടെയും അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ. നമ്മൾ നേരത്തെ വാരികളുടെ എണ്ണം ഞാൻ ചോദിച്ചിരുന്നു. ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ഞാൻ അത് പറയാൻ വേണ്ടി എല്ലാ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. ജസ്റ്റ് ഇത് പറഞ്ഞു എന്നുള്ളൂ. വാരികൾ 24. എന്റെ ക്വസ്റ്റ്യൻ ഇതാ. ഇത് പറയാൻ വേണ്ടിയാണ്. ഹൃദയമിടിപ്പ് അറിയാൻ ഇങ്ങനെ കൈ പിടിച്ച് നോക്കുക. എല്ലാ ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ ഡോക്ടർ വെച്ച് നോക്കും. ഡോക്ടർ സാർ വെച്ച് നോക്കുന്ന സാധനത്തിന്റെ പേരാണ് സ്റ്റെതസ്കോപ്പ്. എന്താണ്? സ്റ്റെതസ്കോപ്പ്. ഇത് ആദ്യമായി കണ്ടുപിടിച്ച ആളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, റെനെ ലെനക്. കണ്ടോ നിങ്ങൾ? CRT 7ാം ക്ലാസ്സിൽ പുള്ളിക്കാരനെ കുറിച്ച് വിശദമായി കൊടുത്തിട്ടുണ്ട്. സ്റ്റെതസ്കോപ്പിന്റെ പിക്ചറുണ്ട്. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. കണ്ടുപിടിച്ച ആളുടെ പേര് പഠിച്ചേക്ക്. 1 മാർക്ക്. റെനെ ലെനക്. ഡോക്ടർ ലെനൻ ആലോചിച്ചോ. റെനെ ലെനക്. ഇനി ഹൃദയത്തെ നമുക്കൊന്ന് മാറ്റി വെച്ചാലോ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച റെനെ ലെനക് ആണെങ്കിൽ ലോകത്താദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ നടത്തിയത് ക്രിസ്ത്യൻ ബെർണാഡ്. 1 മാർക്ക്. പക്കയായിട്ട് പഠിക്കുക. ഇത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ എടുത്ത ക്ലാസിന്റെ എഴുത്താട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ടെലഗ്രാം ചാനലിൽ നമ്മുടെ കോഴ്സുകളും ക്ലാസ്സുകളും LGSന് വേണ്ടി മാത്രം കഴിഞ്ഞ 4 വർഷമായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 ബാച്ചുകൾ LGSന്റെ ഗംഭീര വിജയ ശതമാനമായിരുന്നു. പഠിക്കുന്ന കുട്ടികളിൽ 500 പേരുടെ ബാച്ചിൽ 180 പേരും ആളുകൾക്കൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ജോലി കിട്ടുന്ന രൂപത്തിലുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ രൂപത്തിലുള്ള ബാച്ചുകൾ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 7306118242. നിങ്ങൾക്ക് LGS ബാച്ചുകളുണ്ട്. പ്രിലിംസ് 10th ലെവൽ ബാച്ചുകളൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് ടെലഗ്രാമിലൊക്കെ പഠിക്കേണ്ടവർക്ക് വന്ന് ജോയിൻ ചെയ്ത് പഠിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ എടുത്ത ക്ലാസ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഹൃദയം എന്ന് പറയുന്ന നമ്മുടെ ആ ഹൃദയം ചേട്ടനെ ലോകത്തിൽ ആദ്യമായിട്ട് മാറ്റിവെക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇത് PSC സ്ഥിരം ചോദ്യമാണ്. വർഷം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. 1967. എല്ലാവരും ബൈഹാർട്ട് പഠിച്ചേ. 1967 ഡിസംബർ മാസം 3-ാം തീയതി ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ലോകത്താദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത്. ഞാനൊന്ന് വായിക്കട്ടെ. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതെന്താന്ന് അറിയണം. എങ്ങനെയാണ് ഹൃദയം? ജീവനുള്ള മനുഷ്യനെ കൊല്ലല്ല ചെയ്യട്ടോ. ഓൾറെഡി അദ്ദേഹം ഈ പറഞ്ഞ ഇങ്ങനെ ഡെഡായി കിടക്കുകയായിരിക്കും. അദ്ദേഹം ജീവൻ ഉണ്ടാവും ശരീരത്തിൽ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇനി ഒരിക്കലും ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ എത്തും. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്തായാലും മരിക്കാൻ പോവാണ്. അപ്പൊ അവരുടെ ഹൃദയം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതെടുത്തിട്ടാണ് എന്ത് ചെയ്യുക? മാറ്റിവെക്കല്ലേ. 1967 നിങ്ങൾ ആ സിനിമ കണ്ടില്ല, നമ്മുടെ ട്രാഫിക് ഒക്കെ അല്ലേ. 1967 ക്രിസ്ത്യൻ ബെർണാഡ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി ചെയ്തത്. ഡിസംബർ 3 ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. 1994 ഡേറ്റ് വർഷമൊക്കെ പഠിക്കണം. അത് ഡിസംബർ 3 ആണെങ്കിൽ ഇന്ത്യയിൽ ഓഗസ്റ്റ് 3 പഠിക്കാൻ രസമുണ്ട്. ഇന്ത്യയിൽ ഓഗസ്റ്റ് 3, ലോകത്ത് ഡിസംബർ 3. ഡിസംബർ 3 എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. ഈ വികലാംഗ ഭിന്നശേഷി ദിനം കൂടിയാണ്. ലോക ഭിന്നശേഷി ദിനമാണ് ഡിസംബർ 3. അപ്പൊ ആലോചിക്കുക, ഹൃദയം മാറ്റിവെച്ച ആ ഡേറ്റ് ഭിന്നശേഷി ദിനം കൂടി കേട്ടോ. ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പി വേണുഗോപാൽ. പേര് പഠിക്കണം. പി വേണുഗോപാൽ ശ്രദ്ധിക്കണം ഇനീഷ്യല്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് 2003 1967, 1994, 2003. പറഞ്ഞു നോക്കിക്കേ 67, 1994, 2003. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. PSC സ്ഥിരം ചോദിക്കുന്നതാണ്. 67, 94, 2003. 2003 മെയ് 13-ാം തീയതി ജോസ് ചാക്കോ പെരിയപുരം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാറിനെ കുറിച്ച്. സാറിന് കഴിഞ്ഞ പ്രാവശ്യം 2025 പത്മഭൂഷൺ പുരസ്കാരം കിട്ടി. 2 മലയാളികളായിരുന്നു. ഒന്ന് PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപുരം. അദ്ദേഹം എവിടെ വെച്ചിട്ടാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. കോട്ടയം, കൊച്ചി,
അതുപോലെ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട്. ഒന്ന് കമന്റ് ചെയ്ത്. ജോസ് ചാക്കോ പെരിയപുരം ഹോസ്പിറ്റലിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, കമന്റ് ചെയ്യണം. 94 പി വേണുഗോപാൽ, 2003 മെയ് 13 ജോസ് ചാക്കോ പെരിയപുരം, 67 ക്രിസ്ത്യൻ ബെർണാഡ്. നിർബന്ധമായി പഠിക്കണം മക്കളെ. ഒരു ചോദ്യം നോക്കൂ, ഇത് PSC 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൃദയം ഇടിക്കാൻ തുടങ്ങുന്നതിനും ഹൃദയമിടിപ്പ് കേൾക്കുന്നതും ജനനത്തിന് ശേഷമാണ്. ഏതാണ് ശരി? ചോദ്യം പെട്ടെന്ന് വായിക്കുക. പ്രസ്താവന ശരിയായ ചോദിച്ചല്ലേ. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നതിന് അറിയാൻ തെറ്റാണ്. കാരണം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ആ ഒരു ഹൃദയമിടിപ്പും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതുകൊണ്ട് തെറ്റെന്ന് എല്ലാവർക്കും അറിയാം. സാധാരണ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് 60-100 സ്പന്ദനങ്ങൾ മിനിറ്റിലാണ്. അപ്പൊ ഡൗട്ട്, നമ്മൾ 72 പഠിച്ചിനല്ലോ. സാധാരണ മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പ് കൊടുത്താ കറക്റ്റ് പറയാൻ പറ്റുമോ? ഇപ്പൊ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിരിക്കില്ലേ, അല്ലേ? നിങ്ങൾ കിടന്ന് കട്ടുമ്പിലാണെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ട് കുറയില്ലേ? അപ്പൊ ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് 2 ആളുണ്ടെങ്കിൽ 2-3 പേരുടെ 3 പേർക്കും 3 രീതിയിലായിരിക്കും അല്ലേ? ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുക, അവിടെ വെക്കുക ഡൗട്ട് ആണെങ്കിൽ. വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമിടിപ്പ് കുറയുന്നു. ആഹാ, ഇങ്ങനെ കിതക്കുകയല്ലേ ചെയ്യുക. അപ്പൊ എന്താ, ഹൃദയമിടിപ്പ് കുറയാണ്, കൂടുക ചെയ്യുക. അപ്പൊ ഇത് തെറ്റാണ്. അപ്പൊ ശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 1ഉം 3ഉം തെറ്റാണെങ്കിൽ 1ഉം 3ഉം ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 2ഉം 4ഉം ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. സാധാരണ മനുഷ്യൻ്റെത് ഹൃദയമിടിപ്പിന്റെ കാര്യം ഓർത്തു വെക്കുക. 4മത്തത് ആരോഗ്യകരമായ ഹൃദയം നിലനിർത്തുന്നതിന് വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം കൂടുതൽ പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരാള് സ്വമനസാലെ മറ്റൊരാൾക്ക് ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രക്തം ദാനം ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. രക്തം ദാനം ചെയ്യാം. 18 വയസ്സായാൽ മതി കേട്ടോ. നിങ്ങൾക്ക് 18 വയസ്സായി കഴിഞ്ഞാൽ രക്തം ദാനം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ രക്തത്തിലൂടെ പകരുന്ന അസുഖങ്ങളൊന്നും പാടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എൻ്റെ ചോദ്യം ഇതാണ്, എത്ര മാസം കൂടുമ്പോൾ നമുക്ക് രക്തം ചെയ്യാം, ദാനം ചെയ്യാം? ഇന്ന് കൊടുത്തിട്ട് നാളെ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. രക്തദാനം ചെയ്യാൻ എത്ര മാസം കൂടുമ്പോഴാണ് പറ്റുക? നിങ്ങൾക്കൊക്കെ അറിയാം ഇല്ലേ? അറിയണം. രക്തം ദാനം ചെയ്യാൻ പറ്റുന്നതാണ്, കൊടുക്കുകയും വേണം. ക്ലാസ്സിനിടയിൽ കൂടി ഞാൻ അതുകൂടി പറയാം കേട്ടോ. പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടോ? NSSന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനും അല്ലെ, ഒരു ഫ്രൂട്ടിയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ലീവ് കിട്ടും എന്നൊക്കെ വിചാരിച്ച് കൊടുത്തിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ അല്ലാതെ തന്നെ കൊടുക്കണം കേട്ടോ. ലോക ഹൃദയ ദിനം എന്നാണ് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. ഇവിടെ പോയി നമ്മുടെ PDF ഉണ്ടായിരുന്നല്ലോ. കാണുന്നില്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. PDF ഉണ്ടായിരുന്നു ഹൃദയത്തെ കുറിച്ച്. പോട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചത് കട്ട് ചെയ്തു. അപ്പൊ പറഞ്ഞ പോയിന്റ് ഇതാണ്, ലോക ഹൃദയ ദിനം എല്ലാവർക്കും അറിയാം. അത് സെപ്റ്റംബർ 29 ആണ് അല്ലെ? സെപ്റ്റംബർ 29 ആണ് അല്ലെ? ശനിയാഴ്ച അവസാനത്തൊക്കെ പറയാറുണ്ട് ഹൃദയ ദിനം. ഹൃദയം. അവിടെ ഒരു നല്ല റെയർ ചോദ്യം പറയട്ടെ. നമ്മൾ നേരത്തെ 67 ഡിസംബർ 3 പറഞ്ഞത് കൊണ്ട് ഈ പറഞ്ഞ ഭിന്നശേഷി ദിനമാണെന്ന് പറഞ്ഞു. എങ്കിലും ഡിസംബർ 3 ലോക ഹൃദയ ശസ്ത്രക്രിയ ദിനമായിട്ട് കൂടി ആചരിക്കുന്നുണ്ട്. ഇന്ത്യയില് ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം അല്ലെങ്കിൽ ഹൃദയ ശസ്ത്രക്രിയാ ദിനം, ഹൃദയം മാറ്റിവെക്കുന്ന ഹൃദയ ശസ്ത്രക്രിയ ദിനം, അത് ഓഗസ്റ്റ് 3 ആണ്. അതൊരു റെയർ പോയിന്റ് ആണ്, അതുകൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഏകദേശം രക്തപര്യന വ്യവസ്ഥ കഴിഞ്ഞു. ഇനി വിസർജന വ്യവസ്ഥയെ കുറിച്ച് പറയാം. ദഹനം പഠിച്ചു, രക്തപര്യനം പഠിച്ചു, ശ്വസനം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വിസർജനമാണ്. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ. ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് എല്ലാ സാധനവും നമുക്ക് വേണ്ട. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? യൂറിയ നല്ല സാധനമൊന്നുമല്ല. അധികമായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള മതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വേസ്റ്റ് ആയി വരുന്ന ലവണങ്ങൾ, ഇതൊക്കെ ശരീരത്തിന് പുറത്തേക്ക് തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന 2-3 ഭാഗങ്ങളുടെ ഒന്നാണ് വൃക്ക. എന്തൊക്കെയാണ് വൃക്കയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് 9ാം ക്ലാസ് പഠിക്കാറുണ്ട് കേട്ടോ. ഇത് 7ാം ക്ലാസ് കുറച്ച് കാര്യങ്ങളാണ്. പയറുവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ. എന്തിന്റെ ആകൃതി? പയറുവിത്ത്. പ്രത്യേകം ശ്രദ്ധിക്കണം, PSC സ്ഥിരം ചോദിക്കാറുണ്ട്. വൃക്കയുടെ ആകൃതി കാണുമ്പോൾ തന്നെ അറിയാം പയറുവിത്തിന്റെ ആകൃതിയാണ്. ഇത് ഉദരാശയത്തില് ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞ ഔരസാശയം, ഇത് പലർക്കും തെറ്റിപ്പോ. സിമ്പിൾ ആണ്. ഇവിടെ ഉദരം, ഈ വയറ് ഉദ്ദേശിക്കുന്നോ? ഔരസാശയം ഉദരത്തിൽ മാറിപ്പോവും. നട്ടലിന്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണപ്പെടുന്നു. അപ്പൊ അതിന്റെ പൊസിഷൻ പഠിക്കണം. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. അപ്പൊ വൃക്കാധമനി വഴി രക്തം എവിടെ എത്തുന്നു? വൃക്കയിൽ എത്തുന്നു. അതിനകത്ത് യൂറിയ ഉണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവും, ലവണങ്ങൾ ഉണ്ടാവും, ഓക്സിജൻ, മറ്റു ഘടകങ്ങളൊക്കെ ഉണ്ടാവും. ഇത് എന്ത് ചെയ്യും? വൃക്കയിൽ വെച്ച് മക്കളെ അരിക്കും. അരിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ അരിച്ചെടുക്കും അല്ലെ?
വൃക്കാസിരയിലൂടെ പിന്നീട് എന്ത് ചെയ്യും? അങ്ങനെ അരിച്ചെടുത്ത ബാക്കി വരുന്നത് തിരിച്ച് രക്തത്തിലേക്ക് വിടും. അങ്ങനെ തിരിച്ചു പോകുന്ന രക്തത്തില് യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. അപ്പൊ ആര് പിടിച്ച്? വൃക്ക പിടിച്ച്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ് പറയട്ടോ. രക്തത്തില് ഈ പറയുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ട്. യൂറിയ, ഗ്ലൂക്കോസ്. അത് രക്തം ധമനിയാണ്, വൃക്കാധമനിയാണ്, അങ്ങോട്ട് എത്തുന്നു. അവിടുന്ന് അരിച്ചെടുത്തിട്ട് ശേഷം പുറത്തോട്ട് പോകുമ്പോൾ ഇതൊക്കെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ വേസ്റ്റായ സാധനങ്ങളൊക്കെ അരിച്ചെടുത്ത് അത് ഉദ്ദേശിക്കും കേട്ടോ. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. കണ്ട ഫോട്ടോ? വൃക്ക ധമനികളിലൂടെ വരുന്നു, തിരിച്ച് പുറത്തോട്ട് സിരയിലുമായി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അരിച്ചെടുത്ത് ഇതൊക്കെ കുറവാണെന്ന് പറയുന്നത്. അങ്ങനെ കുറഞ്ഞ് ഈ അരിച്ചെടുത്ത സാധനങ്ങൾ എന്ത് ചെയ്യും? ഈ രണ്ട് വൃക്കയിലും കണ്ട നിങ്ങൾ ഇങ്ങനത്തെ ട്യൂബ്, ആ മൂത്രവാഹി എന്നാ പറയാം. മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിൽ നിന്നും പിന്നെ നമ്മൾ മൂത്രമൊഴിച്ച് പോകും. വൃക്കകൾക്ക് പ്രധാനപ്പെട്ട പങ്കാണ് ഇത്തരത്തില് നമ്മുടെ ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്താനുള്ളതിൽ പ്രധാനപ്പെട്ട. നമുക്ക് വെള്ളം കുറവുള്ള സമയത്ത് ശരീരത്തിലേക്ക് വെള്ളം കുറവുണ്ടാവില്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മൂത്രം ഒരുപാട് ഒഴിച്ചു പോവുക. വേനൽക്കാലത്ത് ഇല്ല, കുറവായിരിക്കും. എന്നാൽ മഴക്കാലത്തൊക്കെ എന്തായാലും കൂടുതൽ മൂത്രം ഒഴിക്കും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ജലമായിക്കോട്ടെ, ഇനി ആവശ്യം വേണ്ട ലവണങ്ങളായിക്കോട്ടെ, ഇതൊക്കെ നിലനിർത്തുന്നതിന് വൃക്ക പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്ക ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ആണോ എന്ന് ചിന്തിക്കണ്ട, പഠിക്കുക. നല്ല ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി കുറവുള്ളവർ ടെൻഷൻ അടിക്കുന്നു വേണ്ട, ഡോക്ടർ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. എന്തായാലും PSC പഠിക്കാൻ വന്നിട്ട് ഞാനൊന്ന് പേടിപ്പിക്കട്ടെ. വൃക്കയെ മാറ്റിവെക്കാലോ? മാറ്റിവെക്കാം. ഹൃദയം മാറ്റിവെച്ച ആളുകൾ പഠിച്ചു. ക്രിസ്ത്യൻ ബെർണാഡ്, P വേണുഗോപാല്, ജോസ് ചാക്കോ പെരിയപുരം. ഇനി വൃക്ക മാറ്റിവെക്കലിനെ കുറിച്ച് പറയാം നമുക്ക്. ആരോഗ്യമുള്ള ഒരു ദാതാവിൽ നിന്ന് വൃക്ക 2 ഉണ്ടെങ്കിൽ ഒരു വൃക്ക മതി നമുക്ക് ജീവിക്കണം. അത് ആലോചിക്കണം. അപ്പൊ ആലോചിക്കുക, നിങ്ങൾക്ക് 2 വൃക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൃക്ക വേണമെങ്കിൽ ദാനം ചെയ്യാൻ. 2 ചെയ്യാൻ പറ്റില്ല, മരിച്ചു പോയല്ലോ. അപ്പൊ 2 വൃക്ക തകരാറിലായ ആളുകൾ ഉണ്ടെങ്കിൽ ആ ഒരാളിലേക്ക് ബ്ലഡൊക്കെ സെയിം ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് വൃക്ക കൊടുക്കാൻ പറ്റും. അവിടെയും 18 വയസ്സ് പൂർത്തിയാവണം. കേട്ടല്ലോ? വൃക്ക ദാനം ചെയ്യാൻ പറ്റും. മനസ്സിലാക്കണം. രക്തം ദാനം ചെയ്യാൻ 18 വയസ്സ്. അത് പിന്നെ എളുപ്പപ്പണി. അത് നിങ്ങൾ ചെയ്യണേ. ഇത് നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ രക്തം ദാനം ചെയ്യണം കേട്ടോ. ഇതൊരു വിസർജനാവയവമാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ബ്ലഡ് വൃക്കയിലെത്തുന്നു. അവിടെ എന്തൊക്കെ നടക്കുന്നു? നെഫ്രോണുകളെ കുറിച്ചും, ബൊമാൻസ് ക്യാപ്സൂൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അല്ലെ, കോർട്ടെക്സ്, മെഡുല്ല, എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് 9ാം ക്ലാസ്സിലെ ബയോളജി എടുക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരും. ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിലെ ബയോളജി ഒക്കെ. ജീവൻ പ്രവർത്തനങ്ങൾ അതിന് തുടർച്ചയായിട്ട് CRT വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വിസർജനം എന്ന് പറയുമ്പം നമ്മൾ ഈ ഒഴിച്ചു പോകുന്ന മൂത്രത്തിലൂടെ മാത്രമാണോ നമുക്ക് പോവാറ്? അല്ല. നിങ്ങൾക്കറിയാം, ഞാൻ ക്ലാസ്സിൽ എപ്പോഴും വേർക്കാറുണ്ട്. ഇപ്പം വേർക്കുന്നില്ല, പൊതുവെ മഴ പെയ്തുകൊണ്ടാണ്. അപ്പോ വിയർപ്പ്, ഒരു ചോദ്യം ചോദിക്കട്ടെ, വിയർപ്പിന് ഗന്ധമുണ്ടോ? വിയർക്കാറുണ്ടെന്ന് നീ പറയുമ്പേ ഗന്ധമുണ്ടോ? ഗന്ധമില്ല. നിങ്ങൾ എന്താ കമന്റ് ചെയ്ത് എനിക്കറിയില്ല. പക്ഷെ നല്ല നാറ്റാണല്ലോ എന്ന് ചിന്തിക്കണ്ട. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിനകത്തുള്ള അണുക്കൾ, നമ്മൾ വൃത്തിയില്ലാത്ത സാഹചര്യത്തിലൂടെ ജീവിക്കുമ്പേ, കുളിച്ചില്ല, കാര്യങ്ങൾ അതിലൂടെ ഒക്കെ പോയില്ലേ, ഡ്രസ്സൊക്കെ നിങ്ങൾ നോക്കണ്ട. മാഷ് ഒരേ ഡ്രസ്സ് ഇട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇത് അലക്കാറുണ്ട് കേട്ടോ. ഞാൻ യൂണിഫോം പോലെ 1, 2, 3 ഡ്രസ്സ് ഉപയോഗിക്കാറുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ. അലക്കാറൊക്കെ ഉണ്ട്. അപ്പോ അലക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ബാക്ടീരിയ അണുക്കൾ ഉണ്ടാവും. അത് ഈ വിയർപ്പിൽ ചേരും, മിക്സ് ചെയ്യും, അങ്ങനെ സ്മെൽ ഉണ്ടാവും. അതാണ് സ്മെല്ല് കേട്ടോ. ത്വക്കിലെ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്ന്, ഏറ്റവും വലിയ മനുഷ്യരത്തിലെ അവയവമാണ് ത്വക്ക് അല്ലെ, മൊത്തമില്ല ത്വക്ക്. ആ ത്വക്ക് സ്വേദഗ്രന്ഥികളുണ്ട്. അവയാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുക. ആരാണ്? സ്വേദഗ്രന്ഥി. നല്ല സ്വാദുണ്ട്, നല്ല നക്കി നോക്കണ്ട. സ്വേദഗ്രന്ഥിയെ ശരീരത്തിൽ അധികമുള്ള ജലവും ലവണവും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അല്ലേ, അധികം ഉണ്ട് ഒരുപാട്. അതുകൊണ്ട് അങ്ങനെ ഷർട്ടൊക്കെ പീണ്ടി വരുന്നത്. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കും. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കും അല്ലേ. നല്ല വിയർത്ത് നിൽക്കുമ്പോൾ ഒരു കാറ്റടിച്ചാൽ ഒരു തണുപ്പല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാട്ടോ. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക, ഇതൊക്കെയാണ് ത്വക്കിന്റെ ധർമ്മം. പക്ഷെ മൂപ്പർ എന്ത് ജോലി ചെയ്യുന്നുണ്ട്? ഈ സ്വേദഗ്രന്ഥികള് വിയർപ്പ് ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയാ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. മറ്റൊരു അവയവമാണ് നമ്മൾ ഈ വിസർജന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കരള്. കരളിലെ പ്രത്യേകത, കരളിന് ഒരുപാട് നമ്മുടെ ധർമ്മമുണ്ട്.
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഒന്നാമത്തെ ഒരു പോയിന്റ്, ഒരുപാട് കിടിലം പോയിന്റ് ആണേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എല്ലാവർക്കും അറിയാം കരളാണ്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കും. കരളിന്റെ പണിയാണ്. ലിവറിന്റെ പരിപാടി എന്താണ്? എന്ത് ഡേഞ്ചർ വിഷാംശം വന്നാൽ മൂപ്പരെ അങ്ങോട്ട് ശരിയാക്കും. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. കൂടാതെ ശ്രദ്ധിക്കണേ, കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം. എന്തിനെ? കൊഴുപ്പിനെ. കൊഴുപ്പ്. ഇതെന്തിനാ ഞാൻ എഴുതിയെന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. ഈ ഒരു SCERT വായിച്ചൊരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടണം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന PSCയുടെ ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. ടെക് ചാപ്റ്റർ പഠിച്ചല്ലോ. വൃക്കയല്ല കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസത്തിൽ എൻസൈം ഇല്ല, അത് പഠിച്ചില്ല, പക്ഷെ അവിടെ നിൽക്കട്ടെ. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. എന്താന്നാ പറഞ്ഞത്? കൊഴുപ്പ്. കൊഴുപ്പ്. പിത്തം കൊഴുപ്പ്. കൊഴുകൊഴുത്ത പിത്തം. കൊഴുകൊഴുത്ത പിത്തം. കൊഴുകൊഴുത്ത പിത്തം കരള് തരുന്നു. കൊഴുകൊഴുത്ത പിത്തം കരള് തരുന്നു. അപ്പൊ കൊഴുകൊഴുത്ത പിത്തം നോക്കൂ, അവിടെ എന്താണ്? ഗ്ലൂക്കോസ് അല്ല, കൊഴുപ്പ്. കൊഴുകൊഴുത്ത എന്ന് പറഞ്ഞാൽ ആലോചിക്കണം. പിത്തരസത്തിൽ എന്തില്ല? എൻസൈമുകളില്ല. ശരിയാണ്. അന്നജത്തെ വിഘടിപ്പിക്കുന്നു. തെറ്റാണ്. കൊഴുപ്പ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അത് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് എന്തു ചെയ്യാം? ഇതിനകത്ത് തെറ്റായത് 2 വെച്ചിട്ടാ. അപ്പൊ 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. അത് പിടിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ശരിയായിരിക്കും. നോക്കൂ, കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നുണ്ട്. ഇത് താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയാക്കി മാറ്റുന്നത് കരളാണ്. നമ്മുടെ ശരീരത്തിനകത്ത് അമോണിയ ഉണ്ടാകും. അമോണിയ കുറച്ച് ഡേഞ്ചറാണ്. ആ അമോണിയെ പിടിച്ച് യൂറിയാക്കി മാറ്റുന്ന പരിപാടിയും കരളാണ്. കരളേ എന്തൊക്കെ പഠിക്കാണ്ട്. ഒരു 25 പോയിന്റുകൾ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിംസ് മെയിൻസ് ആകുമ്പോൾ പോകാൻ പഠിക്കാണ്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കരൾ മാത്രം എടുക്കട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറ. ഇതൊക്കെ ക്ലാസ് എടുത്ത് തരണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് ക്ലാസ് എടുക്കുക യൂട്യൂബിൽ. ഇപ്പൊ മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ വസ്തുക്കളെ അത് നശിപ്പിക്കുന്നു. കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നു. ഇതിന് താരതമ്യേന ഹാനികരമല്ലാത്ത അമോണിയെ യൂറിയാക്കി മാറ്റുന്നു. മക്കളെ, മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികള്, രക്തം, രക്തക്കൊഴല്, ഹൃദയം, ഇത് 3ഉം ചേർന്ന് എന്തായിരുന്നു? രക്തപര്യന വ്യവസ്ഥ. എന്നാൽ മസ്തിഷ്കം അഥവാ തലച്ചോറും സുഷുമ്നയും നാഡികളും ചേർന്നാണ് നാഡീ വ്യവസ്ഥ. അറിയാമല്ലോ? അറിയാം. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം. അടുത്തൊരു SCERT ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ മുഴുവൻ മസ്തിഷ്കത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല്ല ഓബ്ലാങ്കേറ്റ അല്ലെ ഒക്കെ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന ഒക്കെ തലയാണ് അല്ലെ. വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ, ഇന്ന കോശമേ ഇത് ചെയ്യൂ, കണ്ണിനോട് പറയും, കണ്ണിലെ കോശങ്ങളോട് ഇത് ചെയ്യൂ അല്ലെ. കാലിലെ കോശങ്ങളോട്, അസ്ഥിയുമായി ബന്ധപ്പെട്ട് കരളിനോട്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പരിപാടി നമ്മളെ തലച്ചോറ് എന്ന് പറയല്ലേ. ഓനാണ് ബുദ്ധി കേന്ദ്രം. അതന്നെ. അപ്പൊ മസ്തിഷ്കത്തിലെ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ. ഭാവന, ചിന്ത, ഓർമ്മ. ഭാവന, ചിന്ത, ഓർമ്മ ഇതൊക്കെ ബാധിക്കുന്നത് അല്ലെ ഇതൊക്കെ പണിയെടുക്കുന്നത് ഈ സാധനങ്ങളൊക്കെ മസ്തിഷ്കത്തിലെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻ എ സെറിബ്രം, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി തലാമസ്, ഹൈപ്പോതലാമസ്. നിങ്ങൾ കമന്റ് ചെയ്തേ. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പിന്നിലാണ് പോലും. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കാറുണ്ട്. നിങ്ങൾ ചെറിയൊരു കടിയൊക്കെ കടിച്ചാലേ ഉറക്കത്തിൽ നമ്മൾ അറിയില്ല. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് അവിടെ തടഞ്ഞു നിർത്തുന്ന ഒരാളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്നത് മസ്തിഷ്കത്തിലെ ഏത് ഭാഗത്താണ്? നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്. അടുത്തത് വേദനാ സംഹാരികൾ ആലോചിച്ച് വെക്കുക. അപ്പൊ അത് ഓർത്ത് വെക്കുക. അങ്ങനെ പല പരിപാടികളുണ്ട് കേട്ടോ മസ്തിഷ്കത്തെ കുറിച്ച്. ഐച്ഛിക പ്രവർത്തനങ്ങൾ, അനൈച്ഛിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു.
നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ പോയിന്റ്, എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കും? ബാധിക്കില്ല എന്നല്ലേ, ബാധിക്കും. കരൾ, വൃക്ക ഇതിനൊക്കെ ബാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും വൃക്കാരോഗങ്ങൾക്ക് കാരണമാണ്. അതുപോലെ തന്നെ മദ്യപിച്ചു കഴിഞ്ഞാൽ ശ്വാസവ്യവസ്ഥ, ശ്വസനം, ദഹനം അതിനൊക്കെ ചെറിയ ബാധിക്കും. പക്ഷെ ഒറ്റ നോട്ടത്തിൽ മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ബാധിക്കുക? നിങ്ങളിപ്പോ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കറക്റ്റ് എഴുതണം, കറക്റ്റ് പഠിക്കണം, അല്ലേ? ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ മദ്യപിച്ച ഒരാൾക്ക്, മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരാൾക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ ഇത്രയ്ക്കും നാശം പിടിച്ച വിപത്തായിട്ടുള്ള മദ്യവും മയക്കുമരുന്നും പോലെയുള്ള ലഹരി വസ്തുക്കൾ നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ള കാരണം ഈ പറയുന്ന ശരീരത്തിനെ, നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും. ആലോചിച്ച് നോക്കൂ, തലയുണ്ടോ? നിങ്ങൾക്കില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ. അപ്പൊ അതുകൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ഒരു ജാഗ്രത എല്ലാവർക്കും വേണം. അത് ഈ ക്ലാസ്സിനിടയിൽ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇനി നമുക്ക് കൗമാര പ്രായത്തെ കുറിച്ചൊക്കെയാണ് CRT പറയുന്നത്. ഇവിടെ ഒരു പദ്ധതി ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പദ്ധതിയായിരുന്നു സുരക്ഷിത്. 2 വർഷം മുമ്പ് തുടങ്ങിയ പദ്ധതിയായിരുന്നു. ചിലപ്പോൾ ചോദിക്കും, മെൻസ്ട്രൽ കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു സുരക്ഷിത്. കേട്ടോ, സുരക്ഷിത്. കാരണം കുറച്ചുകൂടി സുരക്ഷിതമാണ്. ഇപ്പം സാനിറ്ററി പാഡുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനേക്കാളും കുറച്ചുകൂടി ആർത്തവ സമയത്തിന്റെ പീരീഡ് എത്രയാന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. കേട്ടോ, നിങ്ങൾക്ക് അറിയാണ് 7 ദിവസം വരെയാണ് സാധാരണ. അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും പൊതുവെ പറയും 7 ദിവസമാണ്. ഒരു സ്ത്രീ അമ്മയാവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ശരീരം എല്ലാ മാസവും ഇങ്ങനെ ചെയ്യുന്നു. ആ ചെയ്യുന്ന സമയത്ത് അവൾ ഗർഭിണിയാവുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ച ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ സമയത്തുണ്ടാകുന്ന ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മാനസികമായിട്ട് ഒരുപാട് വേദനയും മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കൗമാരത്തിൽ ശുചിത്വത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ 7ാം ക്ലാസ്സിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മെൻസ്ട്രൽ കപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് സുരക്ഷിത്. അത് പഠിച്ചു വെക്കുക. കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് 7ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ ചൈൽഡ് ലൈൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാൻ കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 100 അല്ല 1000 തവണ ചോദിച്ചിട്ടുണ്ട്. 1098 ആണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. നോക്കൂ, ചൈൽഡ് ലൈൻ നമ്പർ എന്ന് ചോദിച്ചാൽ 1098. ബൈ ഹാർട്ട് പഠിക്കുക 1098. ഈ CRT ചാപ്റ്റർ കഴിയുന്ന സമയത്ത് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, താഴെ പറയുന്നവയിൽ വിസർജനം എന്ന ധർമ്മം നിർവഹിക്കാത്ത അവയവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയമാണ്. ഹൃദയം വിസർജനമായിട്ട് ബന്ധമില്ല. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓടുമ്പോൾ പൾസ് നിരക്ക് കൂടുന്നു. ശരിയാണ്. പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ വ്യക്തിയുടെയും പൾസ് നിരക്ക് തുല്യമാണോ? അല്ല. കൈത്തണ്ടയിൽ മാത്രമാണോ? അല്ല. ഈ പറയുന്ന കൈമുട്ടിന്റെ താഴെ പിറകിലും കഴുത്തില് അങ്ങനെ പല സ്ഥലങ്ങളിൽ നമുക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ പൾസ് അറിയാൻ പറ്റും. ഈ നെറ്റിയുടെ 2 ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ പൾസ് അറിയാൻ പറ്റും. കേട്ടോ, അപ്പൊ നിങ്ങൾ ചിലർക്ക് ധാരണ ഇവിടെ മാത്രമാണ്. പൾസ് നിരക്ക് ഹൃദയ നിരക്ക് വ്യത്യസ്തമല്ല, ഒന്നാണ്. മകളെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇത്രയും നേരമൊക്കെ പഠിച്ച് ഹൃദയത്തെക്കുറിച്ച്, രക്തത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ചോദ്യം കമന്റ് ചെയ്യുക. റീസെന്റ് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കണം. രക്തത്തെക്കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ അതും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ബയോളജിയിൽ അത് എടുക്കുന്നതാണ്. ഇനി SCRT ക്ലാസ്സുകൾ ഇനിയും എടുക്കാനുണ്ട്. അപ്പൊ ഇതുവരെ എടുത്ത 7ാം ക്ലാസ്സിൽ മുഴുവൻ SCRT കണ്ട് പക്കയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.